ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എക്കിസോഡ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നുള്ളത് ഫോട്ടോഷോപ്പിൽ എങ്ങനെ നമുക്കൊരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ട ഒരു പിക്ചറാണ്. നമ്മൾ ഏത് ഫോട്ടോയാണോ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്, ആ ഒരു പിക്ചറാണ് നമുക്കിവിടെ വേണ്ടത്. അതിനുശേഷം അതിൻ്റെ ഒരു കോപ്പി, ആ ഒരു ഫയലിൻ്റെ കോപ്പിയാണ് നമുക്ക് വേണ്ടത്. Ctrl+C അടിച്ച് കോപ്പി ചെയ്യുക, Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കോപ്പി കിട്ടി. ഇതാണ് ആ ഒരു കോപ്പിയുടെ ഫയൽ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെ, രണ്ട് ഫോട്ടോസ് ഞാൻ നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഫോട്ടോ ഫുള്ളാക്കി എടുക്കുക. അതിനുശേഷം ഇവിടെ ഫിൽറ്ററിൽ പോവുക. ഫിൽറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഫിൽറ്ററിൽ പോയതിനു ശേഷം ഇവിടെ കാണുന്ന ബ്ലർ എടുക്കുക. അതിൽ ഈ ഒരു ബ്ലർ, ഈ ഒരു ഗോഷ്യൻ ബ്ലർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ എമൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് ഓവർ ആവാത്തുള്ള രീതിയിൽ നമ്മൾ ബ്ലർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ബ്ലറാണ് എടുക്കുന്നുള്ളത്. അതിനുശേഷം ഓക്കെ അടിക്കുക. അപ്പോൾ നമ്മുടെ ഫുൾ പിക്ചർ ബ്ലറായിട്ടുണ്ട്. ഇനി നമ്മുടെ മറ്റേ കോപ്പി ഇമേജ് എടുക്കുക. നേരത്തെ ഈ ഒരു ഇമേജ്, ഈ ഒരു ഇമേജ് ഇത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി ഈ ഒരു ഇമേജ് നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കിയതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ഒരു ടൂൾ, ഈ ടൂൾ കണ്ടേ, പെൻ ടൂൾ, പി ആണ് ഷോർട്ട് കട്ട് കീ. ഈ ഒരു പെൻ ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കുക. ഇതേമാതിരി നിങ്ങൾ കാണിച്ചു തരാം. ഇതേമാതിരി സെലക്ട് ചെയ്ത് എടുക്കുക. ഈ ഒരു ഫോട്ടോ മുഴുവനായിട്ടും സെലക്ട് ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ ഏകദേശം സെലക്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി സ്പീഡായി സെലക്ട് ആക്കിയതാണ്. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ ഒരു സെലക്ട് ചെയ്ത ഭാഗം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മേക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞ് കാണും, അതിന്മേ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫെദർ റേഡിയസ് 1 കൊടുക്കുക. ഇവിടെ കാണിച്ചിട്ടുള്ള ഇതുപോലെ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലും കൊടുക്കാൻ നോക്കുക. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കൊടുത്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേമാതിരി തന്നെ കൊടുത്തതിന് ശേഷം ഓക്കെ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും നമ്മുടെ പിക്ചർ ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ ഇവിടെ പോയി ഇവിടെ മിനിമൈസ് ചെയ്യുക, ജസ്റ്റ് ഇതൊന്ന്. അതിനുശേഷം നമ്മളിവിടെ മൂവ് ടൂൾ എടുക്കുക. ഇവിടെ മൂവ് ടൂൾ, ഷോർട്ട് കട്ട് കീ V ആണ്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ സെലക്ട് ചെയ്ത ഫോട്ടോ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് നമ്മുടെ മറ്റേ ബ്ലർ ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോയിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഫുൾ സ്ക്രീൻ ആക്കുക. ഞാൻ കാണിച്ചു തരാം. ഏകദേശം നമ്മളുടെ ആ ഒരു ഫോട്ടോ വരുന്ന ആ ഒരു ഭാഗം തന്നെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, ഏകദേശം നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, ക്രോപ്പ് ചെയ്തതിൻ്റെ ചില മിസ്റ്റേക്കുകൾ എനിക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ ക്രോപ്പ് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്. നിങ്ങളിപ്പോൾ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്ലറായി ലഭിച്ചിട്ടുണ്ട്. എൻ്റർ അടിച്ചത് ഓക്കെ എടുക്കുക. ഇപ്പോൾ അതെ കണ്ടില്ലേ, Ctrl+S അടിച്ച് നമുക്ക് സേവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള വീഡിയോ കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഇമേജ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഗെയിമിംഗ് വീഡിയോ ആണോ വേണ്ടത്, നിങ്ങൾക്ക് എഡിറ്റിംഗ് വീഡിയോ ആണോ വേണ്ടത്, ഡ്രോയിങ് വീഡിയോ ആണോ വേണ്ടത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ഇട്ടാൽ എനിക്ക് വളരെ ഉപകാരമായിരിക്കും. ഞാനൊരു ഫോട്ടോ, ഇതാണ് ഇപ്പോൾ ആ ഒരു ഫോട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ട്രിക്സിന് വേണ്ടി ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജായ AK Sold Official എന്ന പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക.
അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.